പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സകല സ്തുതികൾക്കും യോഗ്യനായവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ വന്നതുപോലെ പോകാൻ വന്നവരല്ല. എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വന്നിട്ടുള്ളവർ നിങ്ങളുടെ അധരങ്ങളെ ചലിപ്പിച്ച് തുടങ്ങട്ടെ. ജീസസ് നെയിം. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ മണിക്കൂറുകൾ നിന്ന് സംസാരിക്കാറുണ്ട് അല്ലേ? നിങ്ങളുടെ ഉടമസ്ഥനുമായ, നിങ്ങളുടെ നിർമ്മിച്ചവനുമായ കർത്താവിനെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിവുള്ളവർ, അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളോടൊന്ന് സംസാരിച്ചു തുടങ്ങട്ടെ. ലോർഡ്, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽക്കട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ മനുഷ്യനോടല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിനോടാണെങ്കിൽ. തിരുവചനം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനോടല്ല സംസാരിക്കുന്നത്. ഒന്ന് സംസാരിച്ചു തുടങ്ങട്ടെ. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷകളിൽ ഒന്ന് സംസാരിച്ചു തുടങ്ങട്ടെ. അതരകൾ ചലിപ്പിച്ചു തുടങ്ങട്ടെ. അതരകൾ ചലിപ്പിച്ചു തുടങ്ങട്ടെ. ഇതിനകത്ത് ആരും കാഴ്ചക്കാരില്ല. ഇതിനകത്ത് പ്രാപിക്കാൻ വന്നിട്ടുള്ളവർ, ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തെ സെൻസ് ചെയ്യുന്നവർ, നിങ്ങളുടെ ആധരകളെ ചലിപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ രാമഖതാനിയ ലഖസ്കതേനിയ ലൂമഖസ്കേമേനിയ ലമാനിയ സ്കേമേനിയ ലഖസ്കതനിയ ലഗോഷിയാതേനിയ ലമോഷിയാത മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല നമുക്കില്ലയോ? മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാ ഒരു നല്ല കരുതും നിനക്കവൻ വേണ്ടതല്ല. വിശ്വാസത്തോടെ നിനക്കവൻ വേണ്ടതല്ല. നിന്നെ വിളിച്ചവൻ ഉറപ്പുണ്ടെങ്കിൽ, ദൈവമാ നിന്നെ വിളിച്ചതെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ, നിന്നെ കാക്കുന്ന ഒരു ദൈവം, നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം, ദൈവം നടത്തിയെന്ന് വിശ്വാസമുള്ളവർ
ഷാനബാല പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ പകൽക്കാലം ഞങ്ങളെ നിറയ്ക്കണം. മാനുഷികമായ ഒരു ശബ്ദത്തെക്കാൾ അപ്പുറമായി അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങട്ടെ. ഞങ്ങൾ പാടിയതുപോലെ അന്ത്യം വരെ ഞങ്ങളെ നടത്താൻ കഴിവുള്ളവൻ. ഞങ്ങൾ നടന്നതല്ല, ഞങ്ങളെ നടത്തിയതാ. ഞങ്ങൾ നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാ. കർത്താവിന്റെ വലിയ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, ഈ മൈക്കിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും അടിയന്റെ നാവിൽ നിന്ന് പൊങ്ങരുത്. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ചാട്ടെ. അങ്ങക്ക് എന്തൊക്കെ പറയാനുണ്ടോ, അങ്ങക്ക് എന്തൊക്കെ പരിശുദ്ധാത്മാവിനകത്തുനിന്ന് സംസാരിക്കാനുണ്ടോ, അതെല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കണം. കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണം. കൃപയ്ക്കുള്ളിൽ മറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഏറ്റവും അനുഗ്രഹപ്രദമായ ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ, പ്രത്യേകിച്ച് സഹശുശ്രൂഷകന്മാർ, എല്ലാ ദൈവ മക്കൾക്കും പ്രത്യേകാൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ഡെൻസൺ ജോസഫ്. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്. കൊട്ടാരക്കര ഓടനാവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ പപ്പ കഴിഞ്ഞ 38 വർഷത്തോളമായി ചർച്ച് ഗോഡിൻ്റെ പാസ്റ്ററായി ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ പോലും പാസ്റ്റർ ആകാൻ ആഗ്രഹിച്ച ആളുമല്ല. സ്തോത്രം, സ്തോത്രം. 27 വർഷം ഞാൻ പാസ്റ്റേജിൽ തന്നെ ജനിച്ച് വളരുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാത്തിനെയും വിമർശിക്കാനും എല്ലാത്തിനെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വിമർശിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായിയുടെ പട്ടണത്തിൽ ജോലിയോട് ബന്ധത്തിൽ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ബേസിക്കലി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷവും ഞാൻ ജോലി ചെയ്തിരുന്നു. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പാണ് ഞാൻ US കടന്നു പോയത്. എൻ്റെ കുടുംബം അവിടെ ആയിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ്, എന്താണ് അടുത്ത് അങ്ങയുടെ പ്ലാന്? അതനുസരിച്ച് മൂവ് ചെയ്യണമെന്ന്. കർത്താവിൻ്റെ കൃപയാൽ ആ നിമിഷം മുതൽ ഈ സെക്കൻഡ് വരെ പരിശുദ്ധാത്മാവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ദുബായിൽ നിന്നായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് ഞാൻ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ദുബായ് ഷാരോൺ ചർച്ചിൽ ഏറ്റവും പുറകിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന വ്യക്തി ഞാനായിരുന്നു. ഞാനും എൻ്റെ കൂടെ വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ കർത്താവ് അഭിഷക്തന്മാരെയും കൊണ്ട് വന്ന് കർത്താവിനെ തൊട്ടു. അങ്ങനെ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് കർത്താവ് വ്യക്തമായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങാൻ കർത്താവ് ഇടയാക്കി. ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്കിപ്പം ദുബായിൽ 3 സഭകളുണ്ട്. ഏകദേശം അനേക തലമുറകൾ അവിടെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചർച്ചിലെ ആക്റ്റീവ് മെമ്പർ ആയിരിക്കുന്ന മെറിൻ്റെ സിസ്റ്റർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിന്. നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. എനിക്കറിയാം, ഞാൻ ദുബായിലായിരുന്ന സമയത്ത് ഞാനൊരു അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു QCയുടെ. ഇപ്പം നമുക്കറിയാം എന്തും വേണ്ടി പ്രഷറുണ്ട്, എന്തും വേണ്ടി പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രഷർ റിലീസ് ചെയ്യപ്പെടുന്ന ഒരേ സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിലാണ്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ നമുക്ക് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ലൂക്കോസ് 7:11 വാക്യം. ലൂക്കോസ് 7:11. പിറ്റേന്നാൾ അവൻ നൈൻ എന്ന് പറയുന്ന പട്ടണത്തിൽ പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോൾ അവളോ വിധവയായിരുന്നു. മതി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പട്ടണത്തിലേക്ക് യേശുവിൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുന്ന പുരുഷാരവും ഉണ്ട്. എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത്
ഞാനും യേശുവുമായൊക്കെ സംസാരിക്കുന്ന ഒരു സന്ദർഭം പോലെയൊക്കെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ മോഡലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് നൈൻ എന്ന് പറയുന്ന പട്ടണത്തിൽ യേശു ചെല്ലുമ്പോൾ, സൗന്ദര്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു പട്ടണത്തിലേക്ക് യേശു ചെല്ലുമ്പോൾ യേശുവിൻ്റെ കൂടെ പ്രതീക്ഷയോടെ പോകുന്ന ഒരു പുരുഷാരത്തെയാണ്. സ്തോത്രം. പ്രതീക്ഷയോടെ കടന്നു പോകുന്ന ഒരു പുരുഷാരമാണ് യേശുവിൻ്റെ കൂടെ ഉള്ളത്. എന്നാൽ ആ പട്ടണത്തിൽ നിന്ന് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു പുരുഷാരമാണ്. ഇന്ന് ഇതിനകത്തും അങ്ങനെ ചിലരിപ്പുണ്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില വിഷയവുമായി കാത്തിരിക്കുന്ന ചില വിഷയത്തിൻ്റെ മറുപടിയുമായി നിങ്ങൾക്ക് 2 പേർക്കുള്ള മറുപടിയുമായി യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നവരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ എനിക്കൊരു ദൂതെ കൈമാറാനുണ്ട്. യേശു വന്നിട്ടുണ്ടോ നിങ്ങളുടെ സാഹചര്യം മാറും. യേശു വന്നിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. യേശു നിങ്ങളുടെ ജീവിതത്തെ തൊട്ടിട്ടുണ്ടോ ജീവിതം മാറുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ. സ്തോത്രം, 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 സ്തോത്രം. വ്യക്തമായി ദൈവശബ്ദം കേട്ടിട്ട് ഇറങ്ങിയ ഒരാളാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് നീ വില കൊടുത്താൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ദൈവം നിന്നെ ആദരിക്കുന്ന ദൈവമാണ്. ഞാൻ US-ൽ ചെന്നപ്പോൾ പല സഭകളിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. തലമുറകളുമായി ബന്ധപ്പെട്ട് കരയുന്ന ഒറ്റ കാര്യമേ ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ തലമുറകൾക്ക് 10 ലക്ഷം റിയാൽ ഒരുക്കി വെച്ചില്ലേലും ഇവർക്ക് അഭിഷേകം കൊടുത്താൽ ഇവർ കയറി പിടിക്കും. ഞാൻ പറയാം, എൻ്റെ എൻജിനീയറിംഗ് ഡിഗ്രിയും കൊണ്ടോ എൻ്റെ QC എൻജിനീയറിംഗ് ഡിഗ്രിയും കൊണ്ടോ ഒന്നും കയറിപ്പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ എൻ്റെ മേളിൽ കിടക്കുന്ന അഭിഷേകം കൊണ്ട് കയറിപ്പോകാൻ പറ്റിയിട്ടുണ്ട്. ഈ തലമുറയ്ക്കകത്ത് ദൈവത്തിന് ആവശ്യമുള്ളത് അങ്ങനെയുള്ള തലമുറകളെ എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാ മാതാപിതാക്കളെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഒരു ദൂത് ഞാൻ കൈമാറാം. ഈ യേശുവിൻ്റെ കൂടെയുള്ള പുരുഷാരം എന്ന് പറയുന്നത് പ്രതീക്ഷയോടുള്ളതാണ്. കാരണം ഇന്നലെ രാത്രിയിൽ അവർ കണ്ട അത്ഭുതം എന്ന് പറയുന്നത് വാക്കിനകത്ത് വിശ്വസിച്ച ദൈവപ്രവർത്തികൾ കണ്ട ദൈവജനമാണ്. പക്ഷേ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ പ്രതീക്ഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന സംഭവമാണ്. ഇന്ന് പകൽക്കാലം നീ പ്രതീക്ഷിച്ച പലതും അസ്തമിച്ചു പോയോ എന്ന് ചിന്തിച്ച് ആരെങ്കിലും ഇതിനകത്ത് ഇന്ന് പകൽക്കാലം ഇരിപ്പുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഒരു പ്രവാചകൻ എന്ന നിലയിൽ നിങ്ങളോട് ഒരു ദൂത് കൈമാറാ. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം യേശു വന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞാനും നീയും സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രതീക്ഷയില്ലാത്തിടത്തേക്ക് പ്രതീക്ഷയുമായി യേശുവിൻ്റെ കൂട്ടരും പോവുകയാണ്. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച എന്തെന്നറിയാമോ? യേശുവിൻ്റെ കൂടെയുള്ളത് പ്രതീക്ഷയുള്ളത്, മറ്റേ ഇടത്തുനിന്ന് വരുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് സമയം രഥത്തിൽ പാടിക്കൊണ്ട് വരുന്ന ഒരു ടീമും അല്ലെങ്കിൽ ആർപ്പോടെ കയറി വരുന്ന ഒരു ടീമും അതിൻ്റെ നടുവിലായിട്ട് യേശു നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, 2ന്റെ നടുവിൽ യേശു നിൽപ്പുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് നിങ്ങൾ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്നോ, നിങ്ങളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവൻ മാറാത്ത ദൈവമാണ്. അവൻ വാഗ്ദത്തം ചെയ്താൽ മാറാത്ത ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അധരങ്ങൾ ചലിപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ Ramana jagal kamanagasiyathana lamanagadude jagal kamanagasiyathana lamaniya thal kamanagasiyathana. നമുക്ക് ഈഗോ പറയാനോ നമുക്ക് പുകഴാനോ ഒന്നുമില്ല കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. ദൈവം വല്ലതും തന്നെങ്കിൽ മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ഇന്ന് പകൽക്കാലം നമ്മുടെ ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ നമ്മൾ കണ്ട് ആശ്ചര്യപ്പെടുന്ന വ്യക്തികളായി മാറും. സ്തോത്രം, 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 സ്തോത്രം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ നൂലെ കെട്ടി ഇറക്കി തരുമോ? നിനക്ക് വേണ്ടി നൂലേലും കെട്ടി ഇറക്കി തരുന്ന ദൈവമാണ് എൻ്റെ ദൈവം. നിന്നെ എങ്ങനെ നടത്തണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടോ അങ്ങനെ നടത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. സ്തോത്രം.
സ്തോത്രം. നോക്കിയേ, പുരുഷാരത്തിനകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഈ പടിവാതിക്കൽ അല്ലെങ്കിൽ പട്ടണവാതിക്കൽ എന്ന് പറയുമ്പോൾ, നിങ്ങൾ തിരുവനന്തപുരത്തടുത്ത് ഈസ്റ്റ് ഫോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, പട്ടണവാതിക്കലുണ്ട്. പട്ടണവാതിക്കൽ, ഈ പട്ടണവാതിക്കലിനകത്തേക്ക് യേശു കയറി വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് യേശു പോകുന്നതെല്ലാം പർപ്പസിനകത്താണ്. യേശു ഒരു കാര്യത്തിനകത്ത് പോകുന്നത് ഒരു പർപ്പസിനകത്താണ്. ഹലോ, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിട്ടാണ് ദൈവം കയറിപ്പോകുന്നത്. ഇന്ന് പകൽക്കാലം നിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് നീ ഈ പട്ടണത്തിൽ ആയുസോടെ ഇരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നോക്കിയേ, ഇവിടെ യേശുവിൻ്റെ കൂടെ വന്ന പുരുഷാരത്തിനകത്ത് ആർപ്പോടെ ജയത്തോടെ കയറി വരുന്ന പുരുഷാരം, മറ്റേ പുരുഷാരത്തോട് ചോദിച്ചാൽ അവർ പറയാൻ പറ്റും, ഞങ്ങൾ ഇനി ഇവനെ കൊണ്ട് അടക്കിയിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഹലോ, ഞങ്ങൾ പോയി അടക്കിയിട്ടേ പോകത്തുള്ളൂ. അവിടെ ഒരു മാതാവ് നിൽപ്പുണ്ട്. ആ മാതാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവളോ വിധവയാണ്. സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരുവൾ. ഇന്ന് പകൽക്കാലം പല ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളോടുള്ള സന്ദേശമാണിത്. നിങ്ങൾക്ക് ഉത്തരം തരാൻ സ്വർഗം വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഉത്തരം തരുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വയ്യ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവളോ വിധവയാണ്. അവൾക്ക് ഒന്നും പറയാനില്ല. കാരണം ഉണ്ടായിരുന്ന ഭർത്താവ് ഓൾറെഡി നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന സമ്പത്തെന്ന് പറയുന്നത് തലമുറയാണ്, അതും പോയി. അങ്ങനെ തലകുനിഞ്ഞ് സമൂഹത്തിൻ്റെ നടുവിൽ കൂടെ അവൾ നടന്നു പോകുമ്പോൾ യേശു കയറി വരുന്നു. ഇന്ന് പകൽക്കാലം യേശു കയറി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില അത്ഭുതങ്ങൾ കാണാൻ പറ്റും. നോക്കിയേ, ഈ മാതാവിൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിന് മനസ്സലിഞ്ഞു. പറഞ്ഞ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറയാമോ, യേശുവിന് മനസ്സലിഞ്ഞു. കൊടുക്കണം, കൈ കൊടുത്തിട്ട് ചിരിച്ചോണ്ട് പറയണം, യേശുവിന് മനസ്സലിഞ്ഞു. ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ കണ്ടിട്ട് എനിക്കൊന്ന് മനസ്സലിയണം. യേശു സൗഖ്യമാക്കുന്നവരോട്, രോഗികളോട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നാ ചോദിക്കുന്നത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്നവരോട് പലരോടും ചോദിക്കുന്നു, നിനക്ക് വിടുതൽ പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് വായ്ത്തത്തം തരാൻ, നിന്റെ കരങ്ങളിൽ തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഇല്ലാതിരിക്കുന്നുണ്ടല്ലേ? എന്തുകൊണ്ട്? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക. എവിടെയോ ഒന്ന് പാളിച്ച പറ്റിയിട്ടുണ്ടോ? ഇന്ന് ക്രമീകരിക്കപ്പെട്ടോ. സ്വർഗം പറയുന്നു, വായ്ത്തത്തം നിറവേറും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടണത്തിൽ നിൽക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് പകൽക്കാലം ഞാൻ ഈ പട്ടണത്തിൽ നിൽക്കുന്നത് ദൈവത്തിനൊരു പർപ്പസ് ഉള്ളത് കൊണ്ട്. എനിക്കറിയാം ദൈവത്തിന് ഇതിനകത്തൂടെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് കൈമാറാം. വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിച്ചോ. നിന്നെ കർത്താവിനെ കണ്ട് മനസ്സലിഞ്ഞ അടുത്ത സെക്കൻഡിൽ ഇല്ലാത്തതിനെ ഉളവാക്കി തരാൻ, ഇല്ലാത്തതിനെ ഉളവാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവമാ എന്റെ ദൈവം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടെ കർത്താവിന് ആരാധന കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ ജീസസ്, ഇല്ലാത്തതിനെ ഉളവാക്കി തരാൻ കഴിവുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ആമേൻ, ആമേൻ. നോക്കിയേ, അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവളോട് പറയുകയാണ്, കരയണ്ട. എൻ്റെ ദൈവത്തോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഇന്നത്തെ തലമുറകൾ ചോദിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, കർത്താവ് ഇത്രയ്ക്ക് നീ അങ്ങ് സാഡിസ്റ്റാണോ? കാരണം ഒരു മകൻ മരിച്ചു കിടക്കുമ്പോൾ
അവനോട് പറയാണ് കരയണ്ട. എന്തർത്ഥത്തിലാ പറയുന്നത് കരയണ്ട എന്ന് പറയുന്നത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ അങ്ങനെ പറഞ്ഞത്? കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമേ അവളെ ആശ്വസിപ്പിച്ചു, ഞാൻ അവളെ കണ്ട് മനസ്സലിഞ്ഞു. അടുത്തത് ഞാൻ എൻ്റെ വാ കൊണ്ട് ചിലത് പറഞ്ഞാൽ ചിലത് ഇല്ലാത്തത് ഉളവാകുമടാ എന്ന് എന്നോട് പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്നവരുടെ മനസ്സലിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ യേശു നിന്റെ അടുക്കൽ വരും. യേശു നിന്റെ അടുക്കൽ വന്നാൽ വിടുതലുണ്ട് കേട്ടോ, വിടുതലുണ്ട്. നാളുകളായി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടിയുമായി എൻ്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കാതിരിക്കത്തില്ല. ഇന്ന് സ്വർഗം പറയുക, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പകൽക്കാലം ഇതിനകത്ത്. ഓ റബാന ധര 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 വൈഡ പ്രഭാനിയ ജഗൽ കമനഗസിയ ധര ലമനഗൽ കമനഗസിയ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അധരകൾ ചലിപ്പിച്ച് കരകൾ കൊണ്ടുവന്നിട്ടുള്ളവർ ലമന ശതാരിയ ലഖോ ഷിയാതിനി ബ്രാഖ ശതാരിയ ലഖേ ശതേരിയ ലമാനിയാതിരിമിനിയ ലഖോ ശതേരിയ. കരയുന്ന നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗം വന്നിട്ടുണ്ട്. കരയുന്നവളെ കണ്ടിട്ട് പറയാ, കരയണ്ട. കാരണം നിന്റെ കരച്ചിലിനെ മാറ്റാൻ കഴിവുള്ളവൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്തോത്രം. ഇത് വായിക്കുമ്പം എന്നെ തിരുവചനത്തിലേക്ക് വേറൊരു അധ്യായത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. കരയണ്ട. ഒന്ന് വായിക്കണം, യോഹന്നാൻ 20:1 വാക്യം. മതി. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാഹചര്യമാണ് അല്ലേ? ഇതെല്ലാവർക്കും അറിയത്തില്ലേ? നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇരുട്ടുള്ളപ്പം മറിയ ചെന്നിട്ട് കല്ലറയുടെ വാതിക്കലിലേക്ക് പോകുന്ന സന്ദർഭമാണ്. ഇവളുടെ തലേ രാത്രിയിലെ ചിന്ത എന്തായിരിക്കും? നമ്മൾ മലയാളികളാണ്. ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇല്ലാത്തതിനെ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ആര്? മലയാളികൾ. അപ്പം ഒന്ന് ചിന്തിച്ചേ, എന്തായിരിക്കും ഇവൾ രാത്രി മുഴുവനും ചിന്തിച്ചത്? എന്തായിരിക്കും? എനിക്ക് വേണ്ടി ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും? ഇവളെ എന്നിട്ടും ഉരുട്ടി മാറ്റാൻ ഇവളെയും കൊണ്ട് പറ്റുമോ? ഒരു സഹോദരിയും കൊണ്ട് ഒരു കല്ലെടുത്ത് മാറ്റാൻ പറ്റുമോ? എന്തിനാ പറയുന്നത്? ഗ്യാസ് ഊറ്റി മാറ്റത്തില്ല അല്ലേ? അപ്പം ഒരു കല്ല് മാറ്റാൻ പറ്റുമോ ഇവളെയും കൊണ്ട്? പക്ഷേ ഇവൾ ഇരുട്ടുള്ളപ്പോ ഇവൾ യാത്ര തിരിച്ചു. ഇവളുടെ വീട്ടിൽ നിന്ന് ഒരുക്കത്തോടെ ഇവൾ യാത്ര തിരിച്ചു. തിരിച്ച ഉടനെ സ്വർഗത്തിന്റെ ഇടപാടുണ്ടായി. അവൾ ചെന്ന് കണ്ടത് അവളുടെ പ്രശ്നത്തെ അല്ല, അവൾ ചെന്ന് കണ്ടത് ആൻസറിനെയാണ്. എന്നോട് ദൈവാത്മാവ് സംസാരിച്ച് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ വാക്യം എന്നെ ചലിപ്പിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ മണിക്കൂറുകൾ ഉരുണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്തെന്നറിയാമോ? ഈ ദൈവ സാന്നിധ്യം എന്നെ തൊട്ടത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ആൻസറിനെ ഒരുക്കി വെച്ചിട്ട് പ്രശ്നമുണ്ടാക്കി വച്ചിരിക്കുന്നത് ഇന്ന്. ലമാന ശതലകൽ ഖബര. ആരോടാ ഈ ദൂത്? എനിക്കറിയത്തില്ല. ഇതൊരു പ്രവചന ശബ്ദം പോലെ, ചിലരുടെ കീകൾ കൈമാറുന്നത് പോലെ. ഓ റമാന തൽക്കമനഗസിയധര ജീസസ്. ഇന്നലത്തെ അവളുടെ പ്രശ്നമെന്ന് പറയുന്നത് കല്ലാണ്. ആരുരുട്ടി മാറ്റും. പക്ഷേ അവളുടെ ചോദ്യത്തിന്റെ മറുപടിയുമായി സ്വർഗം അങ്ങ് എഴുന്നേറ്റു. ഇന്ന് ചിലർക്ക് വേണ്ടി സ്വർഗം പറയുക, ഞാൻ നിനക്ക് വേണ്ടി എഴുന്നേക്കും. നീ ചെല്ലുന്നതിന് മുമ്പേ നീ അവിടെ പ്രശ്നത്തെ അല്ല കാണുന്നത്, അതിന്റെ സൊല്യൂഷനെ കാണും.
നീ ചെല്ലുമ്പോ ആ പ്രശ്നം അവിടെ ഇരിക്കുന്നതല്ല കാണുന്നത്, അതിന്റെ സൊല്യൂഷൻ അവിടെ കാണും. വ്യക്തമായി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ചില പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റുന്നത്. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനയുടെ മറുപടിയുമായി സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. മറിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറിയ, നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് നാഥനെ കാണണം. പക്ഷേ തടസ്സമായി നിന്നൊരു കല്ലാണ്. തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകലിൽ സ്വർഗം അത് ചെയ്യും. നീ അവിടെ ചെല്ലുമ്പോ പ്രശ്നത്തെ അല്ല കാണുന്നത്, അതിന്റെ സൊല്യൂഷനെ കാണും. വിശ്വാസമുണ്ടോ? നാളെ നിങ്ങൾ പ്രഭാതത്തിൽ ചെല്ലുമ്പോ, ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, എന്തു പ്രസംഗിക്കുന്നു അതവിടെ മാനിഫെസ്റ്റേഷൻ നടക്കണം. ഈ തലമുറയ്ക്കകത്ത് വിശ്വസിക്കണമെങ്കിൽ അതവിടെ വചനത്തിന്റെ നിവർത്തീകരണം ഉണ്ടാകണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു അഭിഷക്തൻ എന്ന നിലയിൽ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഇതിനകത്ത് നിന്നുകൊണ്ട് പറയുന്നു, നാളെ നിങ്ങൾ ചെല്ലുമ്പോൾ ചില പ്രശ്നമല്ല അവിടെ ഇരിക്കുന്നത്, അതിൻ്റെ സൊല്യൂഷന് ചിലത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ. നീ ആരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങും. സ്വർഗത്തിന്റെ സംവിധാനങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പറ്റുന്ന ദൈവ ചിലരെ തൊടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ചിലരെ തൊടുന്നത്. അവളുടെ വിഷയം കല്ലായിരുന്നു. കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നത് കണ്ടു. അവൾ ചെന്നിട്ട് ഇത് തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ഇവൾ എന്തോ എന്നറിയാമോ, കുനിഞ്ഞു നോക്കാതെ ഇവൾ ഓടിയിട്ട് യേശുവിൻ്റെ ശിഷ്യനോടും, പ്രിയ ശിഷ്യനോടും ചെന്ന് പറഞ്ഞു, യേശുവിനെ അവിടെ കാണുന്നില്ല. നിങ്ങൾ താഴോട്ട് വായിച്ചു നോക്കണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈ യേശുവിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ കല്ല് ഉരുണ്ടിയിരിക്കുന്നത് കണ്ടിട്ട് ഇവൾ എന്ത് ചെയ്യുന്നു, ഓടിച്ചെന്നിട്ട് യേശുവിൻ്റെ പ്രിയ ശിഷ്യൻ. എന്നെ ഭയങ്കരമായി ഈ വാക്കങ്ങ് തൊട്ടു. ഈ പ്രിയ ശിഷ്യൻ, യേശുവിനും പ്രിയമുണ്ടോ? യേശുവിന് ഫേവറേറ്റ് ഉണ്ടോ? യേശുവിന് നമ്മളോട് പ്രിയമുണ്ടോ? സ്തോത്രം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ ആയിരുന്നപ്പോൾ ഒരു സഭയിലെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഞായറാഴ്ച വിശ്വാസിയാവല്ലെന്ന്. ഞായറാഴ്ച മാത്രം വന്ന് ആകുന്ന വിശ്വാസിയല്ല. യേശുവിനോട് പ്രിയമുണ്ടോ? യേശുവിന് നിന്നോട് പ്രിയമുണ്ടോ? നീ ദൈവത്തിൻ്റെ ഫേവറേറ്റ് ആണെങ്കിൽ അത് ഭയങ്കരമായിരിക്കും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീ ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കും. സ്തോത്രം. നീ ലിമിറ്റഡ് എഡിഷൻ ആണെങ്കിൽ ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടാവും. ആർക്കുമില്ലാത്ത വേദന നീ സഹിക്കേണ്ടി വരും. പക്ഷെ അതിനകത്തൂടെ നിന്നെ കർത്താവ് നടത്തുന്നത് വലം കൈ പിടിച്ചായിരിക്കും. ദൈവം പറഞ്ഞിട്ടാ നമ്മൾ പട്ടണങ്ങളിൽ വന്നതല്ലേ. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെ ദൂത് കൈമാറുന്നു. ദൈവത്തിന്റെ വാഴ്ത്തത്തെ പ്രകാരമാ ചലിച്ചത്. പക്ഷെ എന്തുകൊണ്ട് കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്ത? ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇറങ്ങിയത്, ദൈവം പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്. അവിടെയും ദൈവം പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി കരം പിടിക്കും. യേശുവിൻ്റെ പ്ലാനിനകത്തുള്ളത് ഇസ്രായേൽ മക്കളുടെ യാത്രയെങ്കിലും അതിനകത്തും ചെങ്കടലുണ്ടായിരുന്നു കേട്ടോ.
അതിനകത്തും ചെങ്കടലുണ്ടായിരുന്നു. പക്ഷെ വഴി ദൈവം ഒരുക്കിയിട്ട ചെങ്കടലിലേക്ക് നടത്തിയേ. യാ ലാമാ ശതേനി എന്ന് പരിശുദ്ധാത്മാവ്, എനിക്കറിയത്തില്ല ഈ സന്ദേശം എന്തിനാ ഇവിടെ തരാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് ക്ലിയർ ഔട്ട് ചെയ്യും. ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആ വാക്ക് പറയാൻ പറയുന്നു, നീ വന്ന വിഷയത്തെ സ്വർഗം ഇന്ന് ക്ലിയർ ഔട്ട് ചെയ്യുന്നു. ലാമാന ശതാനി ലഖസ്കത. ഇതെനിക്കൊരു കൺഫർമേഷൻ പോലെ സ്വർഗത്തിൽ നിന്ന് ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ഇത് ക്ലിയർ ഔട്ട് ചെയ്യുമെന്ന്. ലാമാന ധലാ ജയൽ ഖവനഗസിയ. ജീസസ്. എന്നിട്ട് ഈ പ്രിയ ശിഷ്യനോട് എന്ന് പറഞ്ഞു, യേശുവിനെ കാണുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ ഓടി രണ്ടുപേരും ഓടിയെത്തി കല്ലറയുടെ മുമ്പിലെത്തി. ഒരാള് കുനിഞ്ഞു നോക്കി. അപ്പൊ യേശു അവിടെ ഇല്ല. മറ്റേ ഒരാൾ വന്ന് കുനിഞ്ഞ് നോക്കിയപ്പോ അല്ല, അകത്തൊരുത്തൻ കയറി, ഒരുത്തൻ കുനിഞ്ഞു നോക്കി. തിരുവചനം അങ്ങനെയാ പറയുന്നത്. 7-ാമത്തെ വാക്യം, അതിൻ്റെ 5-ാമത്തെ വാക്യം, കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. യേശുവിൻ്റെ ശിഷ്യൻ അകത്ത് കയറിയില്ല. ശ്രദ്ധിക്കണം, അകത്ത് കയറിയിട്ടില്ല. ഒരു ശിഷ്യൻ വന്ന് അകത്ത് കയറിയവൻ കണ്ടത് വ്യത്യസ്തമാണ്. ഹലോ, പുറത്ത് നിന്ന് നോക്കിയവൻ കണ്ടത് അവിടെ ശീലകൾ, അകത്ത് കയറിയവനാണ് അത് കണ്ടത്. അകത്ത് കയറിയവൻ കണ്ടത് ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ മറ്റൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ഈ വാക്കെന്നെ വല്ലാതെ തൊട്ടു. മറ്റൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, എന്താ അതിൻ്റെ അർത്ഥം? എന്താ? എനിക്കൊന്ന് പ്രാർത്ഥനാ മുറിക്കകത്ത് പറഞ്ഞു തരണം. അതിൻ്റെ തിയോളജിക്കലി ഉള്ള എനിക്കറിയത്തില്ലെങ്കിലും, പക്ഷെ ഒരു വാക്കെന്നെ പരിശുദ്ധാത്മാവ് അങ്ങ് തൊട്ടു. എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ, എൻ്റെ മുഖം കാണരുത് എന്ന്. ഇനി ഒരിക്കൽ പോലും എൻ്റെ മുഖം കാണരുതെന്ന് പറഞ്ഞ് റോമൻ ഗവൺമെൻറ് എൻ്റെ തലം മൂടിയതാണ്. ഹലോ, നമ്മൾ ഇവിടുന്ന് ഡെഡ് ബോഡീസ് കയറ്റി വിട്ടിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? ഈ പട്ടണത്തിൽ നിന്ന് ഇല്ലല്ലേ. ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നല്ലൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നല്ലതുപോലെ സഭാരാഷ്ട്രീയവും അല്ലാത്ത രാഷ്ട്രീയവും നല്ലതുപോലെ കളിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പപ്പയാണെങ്കിൽ പാസ്റ്ററാണ്. പക്ഷേ ഞാൻ KSUവിൻ്റെ കൊല്ലം ജില്ലയുടെ അവരെ സെക്രട്ടറി ആയിട്ടിരുന്നു. അപ്പോഴത്തേക്ക് പപ്പയ്ക്ക് മനസ്സിലായി, ഇനി ഇവനെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, ഇവനെ ഇവിടെ നിന്ന് നാട് കടത്തണം. അങ്ങനെയാണ് എൻജിനീയറിംഗിന് ഞാൻ പുറത്ത് പോയി പഠിക്കുന്നത്. ആ സമയത്ത് അവിടെയും പോയി രാഷ്ട്രീയം കളിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിട്ടിരുന്നു. അപ്പം ഈ രാഷ്ട്രീയം കളിക്കുന്നവൻ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ട് ദുബായി ചെന്നപ്പം ഞാനും അവിടുത്തെ രാഷ്ട്രീയ ഇൻഗാസ് അല്ലെങ്കിൽ ഇന്ത്യൻ അസോസിയേഷൻ്റെയൊക്കെ പ്രസിഡൻറ്റുമാരോട്ടൊക്കെ ഭയങ്കര കണക്ഷനായി. അങ്ങനെ ഈ ഡെഡ് ബോഡീസ് കയറ്റി വിടുന്ന ഒരു താമരശ്ശേരി അഷ്റഫ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ടാണ് ദുബായ്. അദ്ദേഹവുമായി ഒത്തിരി കണക്റ്റഡാണ് ഞാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഏറ്റവും കൂടുതൽ ദുബായിൽ, എനിക്ക് ഇവിടുത്തെ കാര്യം അറിയത്തില്ല, ഏറ്റവും കൂടുതൽ ദുബായിൽ മരിക്കുന്നത് 35 വയസ്സിന് താഴോട്ടുള്ള ചെറുപ്പക്കാരാണ്. കഴിഞ്ഞ ദിവസവും എന്നെ കണ്ടപ്പം പറഞ്ഞൊരു വാക്കാണ്, ഡെൻസ, 35 വയസ്സിന് താഴോട്ടുള്ള ചെറുപ്പക്കാരാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. എന്നിട്ട് ഞാൻ ഈ ബോഡി പൊതിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പൊതിഞ്ഞിട്ട് ഇവിടെ ഒരു കെട്ടുണ്ട്, അരയിലൊരു കെട്ടുണ്ട്, ഇവിടെ ഒരു കെട്ടുണ്ട്, പിന്നെ തലയും ഇങ്ങനെ കവറപ്പ് ചെയ്യും. തല എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ പറഞ്ഞാൽ നമ്മളെല്ലാം ഉച്ചയ്ക്ക് ചോറ് പൊതി കൊണ്ടുപോയിട്ടില്ലേ, ഇല പൊതി, അതുപോലെ പൊതിഞ്ഞാണ് നമ്മൾ ഇവിടെ മരിച്ചാൽ കൊണ്ടുപോകുന്നത്. പേടിയുണ്ടോ? സ്തോത്രം. അപ്പം ഒത്തിരി ഡെഡ് ബോഡീസ് കയറ്റി വിടാൻ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരമല്ല ഞാൻ ഈ ശീലകൾ അവർ പൊതിയുന്നത് അങ്ങനെയാണ്.
മുസ്ലിം കൾച്ചറിനകത്ത് അങ്ങനെയാണ് പൊതിയുന്നത്, അവരങ്ങനെയാണ് പൊതിയുന്നത്. അതേ കൾച്ചറിൽ തന്നെ യഹൂദന്മാരും അങ്ങനെയാണ് പൊതിഞ്ഞേക്കുന്നത്. ഇത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ ഈ റൂമാലിൻ്റെ അർത്ഥം എന്താ, എനിക്കതൊന്ന് പറഞ്ഞു തരണം. കർത്താവ് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ ഇത് എൻ്റെ മുഖം കാണരുതെന്ന് പറഞ്ഞ് റോമൻ ഗവൺമെൻറ് ഇനി ഒരിക്കലും ഇവൻ്റെ തല ഉയരരുതെന്ന് പറഞ്ഞ് മൂടിയിരുന്നതിനെ ഞാൻ അങ്ങ് റോളപ്പ് ചെയ്തു, ഞാൻ അങ്ങ് ചുരുട്ടിക്കളഞ്ഞെന്ന്. ഒന്നും കൂടെ പറഞ്ഞാൽ, എനിക്കും നിന്റെയും തല ഉയരേണ്ടതിന് സ്വർഗം എന്തെന്നറിയാമോ, ചിലതൊക്കെ ചുരുട്ടിക്കളഞ്ഞെന്ന്. സ്വർഗം ഇന്ന് ആരോടൊക്കെയാ പരിശുദ്ധാത്മ പറയുക, നിന്റെ തല കുനിയേണ്ട സ്ഥാനത്ത് എൻ്റെ യേശുവിൻ്റെ തല കുനിഞ്ഞത് കൊണ്ടാ ഇന്ന് നീ തല ഉയർത്തി നിൽക്കുന്നത്. ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് നിനക്കെതിരെ നിൽക്കുന്ന ചില റൂമാലുകളെ സ്വർഗം ചുരുട്ടിക്കളയുന്ന പകൽക്കാലമാണ്. നിന്റെ നന്മകളെ മൂടിക്കളഞ്ഞ ചിലത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നിങ്ങളറിയാതെ ചുരുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തിട്ടിരിക്കുന്ന ചില റൂമാലുകളെ സ്വർഗം ഇന്ന് വെട്ടിക്കളയും, സ്വർഗം ഇന്ന് വെട്ടിക്കളയും, സ്വർഗം ഇന്ന് വെട്ടിക്കളയും. ലാമാന ശതല ജഗൽ കമനഗസിയ, ചുരുട്ടിക്കളയും സ്വർഗം, ചിലത് ചുരുട്ടിക്കളയും. ലാമാന ജഗൽ കമനഗസിയ. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽക്കാലം നിന്റെ നന്മയെ, നിന്റെ ആത്മീയ ജീവിതത്തെ മൂടി വച്ചിരിക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് വലിച്ചെടുത്ത് അതിനെ ചുരുട്ടി മാറ്റിവെക്കുന്ന ഒരു പകലാണിത്. നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തെ മറുപടി ലഭിക്കാതെ മറച്ചിട്ടിരിക്കുന്ന ചിലതിനെ ഇന്ന് സ്വർഗം എടുത്തു മാറ്റി. ആരൊക്കെ ഇതിനകത്ത് അത് സ്വീകരിക്കുന്നവരോട് ഞാൻ പറയാ, ഇത് അടുത്ത മാസം ഇതേ സമയത്തിന് മുമ്പിൽ ഇതിനകത്ത് ടെസ്റ്റ് മണികൾ എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. നാളുകളായി 3 വർഷം 2 വർഷം 5 വർഷം നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടിയുമായി എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ മൂടി വെച്ചതിനെ സ്വർഗം അങ്ങ് ചുരുട്ടി മാറ്റി വെച്ചു. എന്തിനാ കർത്താവേ മാറ്റിയിട്ട്? എടാ, ഇത് മറ്റുള്ളവനൊന്ന് അറിയണം ഞാൻ ഇത് ചുരുട്ടി മാറ്റി എന്നുള്ളത്. എന്നോട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത് ശീലകളുടെ കൂടെ കിടന്നാൽ പോരെ, ഇത് ഒരുമിച്ചല്ലേ അവർ വെച്ച? അല്ലല്ലല്ല, ഇത് അങ്ങനെ വെച്ച പറ്റത്തില്ല, ഇവന്മാരറിയണം ഞാൻ ഇത് ചുരുട്ടിയെന്ന്. ഇന്ന് സ്വർഗം മറ്റുള്ളവൻ കാണുക ചിലത് ഇന്ന് പകൽക്കാല ചുരുട്ടുന്ന എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിൽ ഒരു വാക്കെന്നെ കേൾക്കുന്നു. നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന ചില പേപ്പറുകളെ സ്വർഗം ഇന്ന് പകൽക്കാല കീറിക്കളയുന്ന ചില രേഖകളെ സ്വർഗം ഇന്ന് പകലിൽ എനിക്കറിയത്തില്ല, ടെർമിനേഷൻ ലെറ്ററുകൾ കയ്യിൽ ലഭിക്കേണ്ട പലതും ഇന്ന് പകൽക്കാല സ്വർഗം കീറിക്കളയുന്നത്. സ്തോത്രം 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 സ്തോത്രം. ഇതെല്ലാവർക്കുമുള്ള ദൂതാണെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കറിയാം ഇതിനകത്ത് ആരൊക്കെ ഇത് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ അഭിഷേകത്തിനകത്ത് നിൽക്കുമ്പോൾ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റും. ഇത് സ്വീകരിക്കുന്നവരോട് ഞാൻ ദൂത് കൈമാറാം. നിനക്കെതിരെ അത് ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ മറച്ചിട്ടിരിക്കുന്ന ചിലതിനെ സ്വർഗം ഇന്ന് പകലിൽ അതിനെ ചുരുട്ടിക്കളയുന്ന അച്ഛനെ എനിക്കറിയത്തില്ല, പക്ഷെ വ്യക്തമായി പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ചിലതൊക്കെ പരിശുദ്ധാത്മാവ് കീറിക്കളയുന്നത്. ചില രേഖകളെ സ്വർഗം കീറിക്കളയുന്നത്. വിശ്വസിച്ചോ ചില വിടുതലുകളുടെ സാക്ഷ്യം പറയാ, ചില അപ്രൂവലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലതിന് സ്വർഗം ഇന്ന് പകൽക്കാലം അപ്രൂവ്ഡ് എന്ന് പറയാ. സ്തോത്രം.
ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഒരുത്തൻ കയറി കണ്ടു, ഇത് കണ്ടിട്ട് ഇവരെന്തോ എന്നറിയോ, വീട്ടിൽ പോയി. യേശുവിൻ്റെ ശിഷ്യനും പ്രിയ ശിഷ്യനും എന്തോ എന്നറിയാമോ, വീട്ടിൽ പോയെന്ന് ഇത് കണ്ടിട്ട്. നമ്മൾ ഇതുപോലെ സ്തോത്രം പല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് നമ്മൾ ഇന്നും വീട്ടിൽ പോകും. പക്ഷേ നിന്നാൽ ചിലത് നീ കാണും. കരയുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഞാൻ വിഷയം വിട്ടുപോയിട്ടില്ല, നിങ്ങൾ ചിന്തിച്ച് താഴോട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അടുത്ത വാക്യത്തിൽ പറയുന്നു, മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് കുനിഞ്ഞു നോക്കിയപ്പോൾ അതിനകത്ത് ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. കരയുന്നവരോട് ഞാൻ ദൂത് പറയാം, അവര് കാണാത്ത ഒരു കാര്യം ദൂതനും പ്രിയ ശിഷ്യനും കാണാത്ത ചിലത് കരയുന്നവർക്ക് വേണ്ടി വെളിപ്പെടുത്തും. കരയുന്ന നീ കാണും. ലമാന ജഗൽക്കമനഗസ്യാധന ലകേഷി അധന മൗഷ്യാധന. ഇവൾ കരഞ്ഞുകൊണ്ട് കണ്ണിനകത്ത് കണ്ണുനീരോടെ ഇവൾ നോക്കിയപ്പോ അവൾ കണ്ടത് ഈ ദൂതന്മാരെയാ കണ്ടത്. ഇവൾ ഇത് കണ്ടിട്ടും മതിയായില്ല. ഇവൾ ഇത് കണ്ടിട്ടും അവൾ അതിനെ ആൻസർ കിട്ടി എന്നുള്ള രീതിയിൽ പോയില്ല. അവൾ അവിടെ നിൽക്കാൻ അവൾ തൃപ്തിയായില്ല. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. വീണ്ടും അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ സ്വർഗം എഴുന്നേറ്റു. യേശു മുമ്പിൽ വന്നു നിന്നു. കരയുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഉപവസിക്കുന്നവരോട് ഞാൻ ദൂത് കൈമാറാം, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുമെന്ന്. കരയുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. കരയുന്നവന് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകലിൽ കരയുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അവരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും ഇന്ന് പകലിൽ. യേശു വന്നു, അവളോട് ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? വായിക്കണം 15-ാമത്തെ വാക്യം. സ്ത്രീയെ നീ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ചിലരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നാളുകളായി നീ കരയുന്നത് എന്തിന്? സ്തോത്രം. അതിന് ഉത്തരവുമായി സ്വർഗം വന്നിട്ടുണ്ട്. പല ചോദ്യത്തിൻ്റെ ഉത്തരവുമായി ഇന്ന് പകൽക്കാലം സ്വർഗം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കരയുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ഉപവസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, ആരാധിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. സ്വർഗത്തിൽ ഇരിക്കുന്നവൻ ഇറങ്ങി വരും. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇതിനകത്തിരിക്കുന്ന ചില മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ പ്രശ്നത്തിൻ്റെ മീതെ ഇറങ്ങി വരാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകലിൽ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞവൻ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയം ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് ദൈവസന്നിധിയിൽ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ആ വിഷയത്തെ ക്ലിയർ ഔട്ട് ചെയ്യാൻ എൻ്റെ ദൈവം വന്നിട്ടുണ്ട്. കരയണ്ട എന്നവളോട് പറഞ്ഞു. വേഗത്തിൽ ലൂക്കോസിലേക്ക് തിരിച്ചു പോകാം. ലൂക്കോസിനകത്ത് പറയുന്നു, അവളോട് കണ്ടിട്ട് അവളോട് പറയാ, കരയണ്ട. നീ കരയണ്ട. എന്തിനാ നീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നേ? യേശു ചെന്നു. അടുത്ത സെക്കൻഡിൽ കരയണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്തത് പ്രവൃത്തി ആരംഭിച്ചു. യേശു വന്നാൽ ആദ്യമേ ആശ്വസിപ്പിച്ചല്ലേ, അടുത്തത് അവളോട് കാര്യം പറഞ്ഞു, നീ കരയണ്ട, നിനക്ക് കരയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അടുത്ത സെക്കൻഡിൽ ദൈവം ചെയ്യുന്നത് ചില പ്രവർത്തികൾ നിനക്ക് വർണ്ണിക്കാൻ പറ്റാത്തതായിരിക്കും. അടുത്ത വാക്യം ഒന്ന് വായിക്കണം. യേശു അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണ്ട് വിമർശിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തെ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചുമക്കുന്നവർ എങ്ങനാ നിന്നേ? കർത്താവേ, നീ പറഞ്ഞില്ലല്ലോ നിൽക്കാൻ, പിന്നെന്തിനാ അവർ നിന്നേ? എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ഒരിക്കൽ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കൂടെ നടന്നു പോകുമ്പോൾ
ഒരുവൾ എൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലൊന്ന് തൊട്ടു, ഞാൻ അറിയാതെ ഒന്ന് തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഓ, ഈ വാക്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഒന്നും കൂടെ ക്ലാരിറ്റിയോടൊന്ന് പറയുമോ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ്, ഞാൻ അറിയാതെ തൊട്ടാലും ഞാൻ അറിഞ്ഞുകൊണ്ട് തൊട്ടാലും ചിലത് നിൽക്കും. ഹല്ലേലൂയ. ഈ ദൂത് പിടികിട്ടുന്നവർക്കായി സ്തോത്രം. നീ അറിഞ്ഞോണ്ട് തൊട്ടാലും യേശു തൊട്ടാലും ചിലത് ഇന്ന് പകൽക്കാലം നിൽക്കും. എൻ്റെ ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, ദൈവമേ, മഞ്ചം ചുമന്നോണ്ട് നടന്നവൻ എങ്ങനാ നിൽക്കുന്നത്? ഫ്രീസ് ആകുന്നത് എങ്ങനാ? ഫ്രീസ് ആകുന്നത് എങ്ങനെ? അവൻ്റെ കാലെന്താ മുന്നോട്ട് ചലിക്കാത്ത? ഞാൻ ഇവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മഞ്ചം ചുമന്നുകൊണ്ട് നടക്കുന്നവരോട് ചോദിച്ചു, ഇതിനു മുമ്പ് നിങ്ങൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനെ ഫ്രീസ് ആയിട്ടുണ്ടോ? അവർ പറയുന്നൊരു ചോദ്യം, അവർ പറയുന്ന ഉത്തരമുണ്ട്. എന്തെന്നറിയാമോ? ഞങ്ങളെ ആരൊക്കെ ചുമത്തിട്ടുണ്ടോ അവനെയെല്ലാം കുഴി കൊണ്ട് താഴെ ഇറക്കി അവനെ മൂടിയിട്ടല്ലാതെ ഞങ്ങൾ നിന്നിട്ടില്ല. പിന്നെന്താ ഇവിടെ എന്താ സംഭവിച്ചേ? അറിയാത്ത ഒരു കാര്യം ഇവിടെ സംഭവിച്ചു. അറിയാത്ത ഒരുത്തം വന്ന് തൊട്ടപ്പ കാലനങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്ന, നാളുകളായി നിന്നെ ചുമന്നോണ്ട് നടക്കുന്ന ചിലതുണ്ടല്ലോ, ഇന്ന് പകലിൽ യേശു ഒന്ന് തൊടും. ഇന്നത് പകൽക്കാലം നിൽക്കും യേശുവിൻ്റെ നാമത്തിൽ. നാളുകളായി നിന്നെ ചുമന്നോണ്ട് നടക്കുന്ന ചില വിഷയത്തെ സ്വർഗം ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് സ്വർഗം നിങ്ങളോട് ദൂത് കൈമാറുകയാ. സ്വർഗം തൊടാൻ പോകുക, സ്വർഗം തൊടാൻ പോകുക. ചില വിഷയത്തിനകത്ത് സ്വർഗം ഒന്ന് തൊട്ടാൽ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നിരിക്കട്ടെ, എത്ര വർഷത്തെ നിന്റെ കഠിനാധ്വാനം എന്നെന്നിരിക്കട്ടെ, പക്ഷെ യേശു ഒന്ന് തൊട്ടാൽ അവിടെ നിൽക്കും. ചലിച്ചോണ്ടിരിക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം നിൽക്കുകയാ. നാളുകളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ചിലത് ഇന്ന് പകൽക്കാലം സ്വർഗം നിർത്തും. നാളുകളായി നീ ചുമന്നുകൊണ്ട് നടക്കുന്നത്, നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നത്, അത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത്, ഇന്ന് സ്വർഗം പറയുക, സ്വർഗം ചിലത് ഇന്ന് പകൽക്കാലം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. യേശു ഒന്ന് തൊടും, യേശു ഒന്ന് തൊടും. അതിന് യേശു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, യേശു നിന്നെ തൊടും. തൊട്ടായില്ലാത്തതിനെ ഉളവാക്കാൻ പറ്റുന്നവനാണ്. സ്തോത്രം. യേശു തൊട്ടു, ചുമന്നവർ നിന്നു. അടുത്ത കാര്യം, ബാല്യക്കാരാ എഴുന്നേൽക്കുക. ബാല്യക്കാരാ എഴുന്നേൽക്കുക. ഇവൻ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ക്വസ്റ്റ്യൻ ബാല്യക്കാരനോട്, നിന്നോടാരാ പറഞ്ഞ സംസാരിക്കാൻ? നിന്നോടാരാ പറഞ്ഞേ? അടുത്ത വാക്ക്, ബാല്യക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ജീവന്റെ ശബ്ദം അകത്തേക്ക് ചെന്നപ്പോ പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അകത്ത് ആത്മമനുഷ്യനുള്ളവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവ് ജീവന്റെ ശബ്ദം അകത്ത് ചെന്നാൽ ജീവനുള്ളവൻ ആരാധിക്കുമെങ്കിൽ, ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനോട് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തോട് ഞാൻ സംസാരിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ യേശുവിൻ്റെ അമ്മ മറിയോട് വന്ന് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ അവളുടെ ആ ദൂതൻ്റെ വന്ദനം കേട്ടിട്ട് മറിയ പേടിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. പക്ഷേ അടുത്ത വാക്യത്തിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ അകത്ത് കടന്നത് തുള്ളിച്ചാടി. എന്ന് പറഞ്ഞാൽ പേടിച്ചത് അവളാണെങ്കിൽ മറിയ പേടിച്ചു ദൂതന്റെ ശബ്ദം കേട്ടിട്ട്. അടുത്ത സെക്കൻഡിൽ അവൾ വന്ദനം ചൊല്ലിയപ്പോൾ അകത്ത് കിടക്കുന്നവൻ ചാടാൻ തുടങ്ങി. നിന്റെ ശബ്ദത്തെ പോലും പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഇല്ലാത്തതിനെ ഉളവാക്കാൻ പറ്റുന്നത് മാത്രമല്ല, ജീവനില്ലാത്തതിനെ ജീവൻ വെപ്പിക്കാൻ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ജീവനില്ലാതെ കിടക്കുന്ന ചിലത് ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൂതായി കൈമാറുന്നു. ചിലത് ഇന്ന് പകൽക്കാലം ജീവൻ വെക്കുന്ന
അലാമാന ലഖസ്കതര ജഗൽകമനഗസിയാതര ജഗൽകമനഗസിയാതര റബഖൗഷിയാതേനിയ ലഖസ്കതേനിയ ബ്രൗഷിയാതിനി ലഖസ്കതര ജഗൽകമന. നിന്റെ വാക്കിനകത്തൂടെ ദൈവം ചിലത് ചെയ്യും. 4 അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല നിന്റെ നാവ്, നീ പറഞ്ഞ ചിലത് സ്വർഗം ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അത് ശുശ്രൂഷിക്കുന്നതാ. കാരണം നിന്റെ നാവിനകത്ത് അധികാരമുണ്ടെന്ന്, നീ പറഞ്ഞ ചിലത് ഇല്ലാത്തത് ഉളവാകുമെന്ന് ഇന്ന് പകല് ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു. ഇന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശബ്ദത്തിനകത്ത് പോലും എന്നെ വിശ്വാസ ജീവിതത്തിനകത്ത് ഉറപ്പിച്ചൊരു വാക്യമുണ്ട് കേട്ടോ. ഞാനൊരു പാസ്റ്റർ മകനായതുകൊണ്ടും അല്ലെങ്കിൽ ഇതിനകത്തൊന്നും വലിയ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ വലിയ ഇതൊന്നും കാണിക്കാതെ നടന്ന സമയത്ത് ഞാൻ ആ സമയത്ത് എഴുതും. ഞാൻ ക്രൈസ്തവ എഴുത്തുവരയ്ക്കകത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ എഴുത്തൊക്കെ ഉണ്ട്, പക്ഷേ പാട്ട് എഴുതും, എല്ലാം എഴുതുന്നുണ്ട്. പക്ഷേ ദൈവവുമായി ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് കണക്ട് ചെയ്തപ്പോൾ, എനിക്ക് ദൈവവുമായി ഒന്ന് കണക്ട് ചെയ്തപ്പോഴുണ്ടല്ലോ, ഞാൻ അറിയാതെ എൻ്റെ ശബ്ദത്തിനകത്ത് പോലും ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങിയത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റി. എന്തെന്നറിയാമോ, എന്നെ ഭയങ്കരമായി തൊട്ടൊരു വാക്യമുണ്ട്, മത്തായി 3:9. അബ്രഹാമിൻ്റെ സന്തതി എന്ന് നാം പറയാൻ തുനിയരുത്, കല്ലുകൾക്കകത്ത് നിന്ന് ഈ നിനക്ക് സന്തതികളെ ഉളവാക്കാൻ. അന്ന് വായിക്കണം, ആ ഡിസ്പ്ലേ ഒന്ന് ഇടാൻ പറ്റുമെങ്കിൽ ഇടണം. മത്തായി 3:9. അബ്രഹാം ഞങ്ങൾക്ക്, എല്ലാ ബന്ധക്കോസുകാരും പറയണം, കാരണം ഞാനൊരു 3-ാം തലമുറ ബന്ധക്കോസുകാരനാണ്. സ്തോത്രം. നമുക്ക് അബ്രഹാം പിതാവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല ഇനി. നമ്മൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾക്കകത്ത് നിന്ന് സന്തതികളെ ഉളവാക്കാൻ. എന്നെ വാക്യമാണല്ലേ. കല്ലിനകത്ത് നിന്ന് മക്കളെ ഉളവാക്കാൻ പറ്റുമോ? കല്ലിനകത്ത് നിന്ന് മക്കളെ ഉളവാക്കാൻ പറ്റുമോ? മോനെ എന്നല്ല, മോളെ എന്നല്ല, മക്കളെ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് സകലത് സാധ്യമാകട്ടോ. ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിവുള്ളവൻ. ഇന്ന് പുതിയതായിട്ട് വന്ന നിങ്ങളോട് ഞാൻ ഒരു വാക്ക് പറയാം. നിങ്ങളുടെ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സ്വർഗം ഇറങ്ങിയാൽ ഇല്ലാത്തതിനെ ഉളവാക്കാൻ പറ്റും. എൻ്റെ ദൈവം, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം അത് ചെയ്യും. എൻ്റെ സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തലമുറയില്ലാത്തവർ തലമുറകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇന്നും ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നുണ്ടെങ്കിൽ, ഒറ്റ കാര്യം ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന് സകലതും സാധ്യമാണ്. ഇന്ന് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് യേശു ഒന്ന് തൊടണം, അല്ലെങ്കിൽ യേശുവിനെ നീ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചാൽ ഇന്ന് അതിൻ്റെ മറുപടിയുമായി ഒരു വാക്കും കൂടെ കയറി ഞാൻ ഒന്ന് പറയുക. ഈ ഹോൾ വിട്ട് നീ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ റിസൾട്ടുമായിട്ട് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അതിൻ്റെ അടയാളമായി സ്വർഗത്തിൻ്റെ ദൂതന്മാർ ശക്തിയോടെ ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അല്പസമയം കർത്താവിന്, എൻ്റെ രാജാവിന് നിന്റെ വിഷയത്തിന്റെ മറുപടിയുമായി തടഞ്ഞു വച്ചിരിക്കുന്ന ചില പൈശാചിക മണ്ഡലത്തെ വെട്ടിക്കൊണ്ട് ചിലത് ഇന്ന് സ്വർഗം തുറക്കുകയാണ്. യേശു വന്നിട്ടുണ്ട് കേട്ടോ, നിന്നെ ഒന്ന് തൊടാൻ, നിന്റെ വിഷയത്തെ ഒന്ന് തൊടാൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി നിന്റെ നാളുകളായി നീ കരഞ്ഞോണ്ടിരിക്കുന്ന ചിലതരെ എത്ര പേര് അത് വിശ്വസിക്കുന്നവരുണ്ട്?
എൻ്റെ ദൈവം വന്നിട്ടുണ്ട്. എൻ്റെ കാര്യം ഇന്ന് പകൽക്കാലം ക്ലിയർ ഔട്ട് ചെയ്യും. എൻ്റെ യേശു തൊട്ടാലും യേശുവിനെ തൊട്ടാലും വിടുതലാണെങ്കിൽ ഇന്ന് പകൽ ആ യേശു ഇതിനകത്തുണ്ട്. ആ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നവർ മൗനമായിരിക്കത്തില്ല. അവർ ആദരങ്ങൾ ചലിപ്പിച്ചു തുടങ്ങും. ജീവന്റെ ശബ്ദം അകത്ത് ചെന്നപ്പോ കെട്ടുകളെ അവൻ തന്നെ പൊട്ടിച്ചെങ്കിൽ ലാസറെ ഒറ്റ വാക്കിനകത്ത് ഇല്ലാത്തതിനെ ഉളവാക്കാൻ നാറ്റം വെച്ചവനായാലും മാറ്റം വരുത്തി പന്തിഭോജനത്തിൽ ഇരുത്താൻ കഴിവുള്ളവൻ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ കരകൾ തട്ടി ആത്മാവിന്റെ സാന്നിധ്യത്തോട് ഇല്ലാത്തതിനെ ഉളവാക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം നിന്നെ ക്രിയേറ്റ് ചെയ്തവൻ, നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ മെനഞ്ഞ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗം ഇന്ന് ചിലത് ചെയ്യും. എത്ര മൂടി പിശാചി വെച്ചാലും, എത്ര മൂടി വെച്ചാലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗം ചിലത് ചെയ്യും. കരയുന്ന നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. വായ്ത്തത്തെ കേട്ടിട്ട് വർഷങ്ങളായി നടക്കുമോ നടക്കാൻ ചാൻസ് ഇല്ലയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് സ്വർഗം അതിന് അപ്രൂവൽ തരുന്നത് പോലെ ഇന്ന് നിന്നോട് ദൈവദാസന്മാരിൽ കൂടെ ഒരു പ്രവചന ശബ്ദമായിക്കൊള്ളട്ടെ. എന്തൊക്കെ നീ കേട്ടിട്ടുള്ളത് നാളുകളായി നടക്കാതിരിക്കുന്നത് 3 വർഷത്തെ പഴക്കമായിക്കൊള്ളട്ടെ, 5 വർഷത്തെ പഴക്കമായിക്കൊള്ളട്ടെ, സ്വർഗം ഇന്ന് ചിലത് ചലിപ്പിക്കാൻ തുടങ്ങും. ഫ്രീസ് ആയവൻ ചലിക്കാൻ തുടങ്ങി. ചലിച്ചോണ്ടിരുന്നത് ഫ്രീസായെങ്കിൽ എൻ്റെ ദൈവത്തിന് സകലത് സാധ്യമാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം ചിലത് ചലിച്ചു തുടങ്ങും. നാളുകളായി നിനക്കെതിരെ ചലിച്ചോണ്ടിരുന്നത് ഇന്ന് പകൽക്കാലം ഫ്രീസാകും. വിശ്വസിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും കണ്ണ് തുറക്കരുത്. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഈ ദൂതിൻ്റെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നിന്റെ കരങ്ങളിൽ പിടിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഒറ്റ കാര്യം പറയാം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്താൽ ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെക്കാളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും നിങ്ങളെ വഴി നടത്താൻ കഴിവുള്ള ഒരേ ഒരാളുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവായിരിക്കും. പരിശുദ്ധാത്മാവിനൊന്ന് വിട്ടുകൊടുത്തേ. തലമുറകൾ അഭിഷേകം പ്രാപിക്കാത്തവർ യേശുവിന്റെ രക്തം പറഞ്ഞു തുടങ്ങിക്കോണം. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്നത്തെ മെസ്സേജിനകത്തൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ വിഷയത്തെ ക്ലിയർ ഔട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് പകലിൽ നിങ്ങളുടെ കരത്തിൽ സ്വർഗം പിടിക്കും. ഹാഗാറ്, നിനക്ക് വേണ്ടി മരുഭൂമിക്കകത്ത് വഴിയില്ലാത്തടത്തും ഉറവയില്ലാത്തടത്തും തുറക്കാൻ കഴിവുള്ളവൻ ഇന്ന് പകൽക്കാലം അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില വിഷയത്തിന്റെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചിലരെ തൊടാൻ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത്. വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ 1.5 വർഷമായി കാത്തിരിക്കുന്ന ചിലത് ആത്മാവ് തൊടുന്നു. ലാസ്റ്റ് 1.5 വർഷമായി കാത്തിരിക്കുന്ന ചിലത് സ്വർഗം ഇന്ന് പകൽക്കാലം അപ്രൂവഡ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. യേശുവിന്റെ നാമത്തിൽ ചില കല്ലുകൾ ഇന്ന് പകൽക്കാലം ഉരുണ്ടു മാറട്ടെ. നാസറേനായ യേശുവിന്റെ നാമത്തിൽ ജോലിക്കെതിരെ നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ആത്മാവിൽ ഞാൻ വെട്ടുകയാ.
നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗ്ഗം ചലിക്കുകയാ. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ സ്വർഗ്ഗം ചലിക്കുകയാ. അച്ഛാ, പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചില വിടുതലുകളുടെ സാക്ഷ്യം പറയാൻ ഗെറ്റ് റെഡി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വായ്ത്തത്തം ചെയ്തവൻ വിശ്വസ്തന, വായ്ത്തത്തം ചെയ്തവൻ വിശ്വസ്തന, അവൻ വാക്കുമാറാത്ത ദൈവമാണെന്ന്. ഓ വൈഡം മാനം ധൂരധാരം ധേരധാരം, ഓ വൈഡം മാന ധൂരധാരം, ഓ വൈഡമാന ധീരാധാര ധീരമാന ധീരാധാര. നിന്റെ ആത്മിന്റെ ശബ്ദത്താൽ വൈഡമാന ധീരമാന ധീരാധേരെ വൈഡാധാര ധീരാധാര ധീരമാന. പരിശുദ്ധാത്മാവേ, അത് ചെയ്യുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ.